ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, എൻ്റെ മുഖത്ത് കണ്ടില്ലേ കുരുക്കൾ? 1 2 3 കുരുക്കൾ വന്നിട്ടുണ്ട്, വലുത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഗായ്സ്, ഞാനൊരു ഫേസിൽ തേക്കാനുള്ള ഒരു ക്രീം പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇന്നൊരു വീഡിയോ ചെയ്യാനായിട്ട് വന്നത്. അതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ബീട്രൂട്ടാണ്. ബീട്രൂട്ട് അറിയാലോ, നമ്മുടെ മുഖത്തിന് ഒരുപാട് തിളക്കവും സൗന്ദര്യവും നൽകുന്ന ഒരു വസ്തുവാണ് ബീട്രൂട്ട്. അപ്പോൾ ബീട്രൂട്ട് ഉപയോഗിച്ച് നമുക്കൊരു ക്രീം എങ്ങനെ ചെയ്യാമെന്നാണ്. ബീട്രൂട്ടും പിന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്ന നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാ ഞാൻ ഒരു ബീട്രൂട്ടിൻ്റെ തൊലി മൊത്തം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി മുറിച്ചെടുക്കണം. ഇതിൻ്റെ ജ്യൂസാണ് വേണ്ടത്. ഒരു 2 ടീസ്പൂൺ ആ ഒരു അളവിലാണ് വേണ്ടത്. അപ്പോൾ ഗൈസ്, ഇതാ ഞാൻ ഈ ബീട്രൂട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ഞാൻ അരച്ച് നല്ല ജ്യൂസാക്കി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ മുറിച്ച് വെച്ച ബീട്രൂട്ട് കുറച്ച് അല്പം വെള്ളം വീത്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അരിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ മൊത്തം നീരും എടുക്കണം. അപ്പോൾ ഗൈസ്, ഈ ബീട്രൂട്ട് ജ്യൂസ് നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ നിന്ന് നമുക്ക് 2 ടേബിൾ സ്പൂണും കുറച്ചും കൂടി എടുത്ത് ഈ ബൗളിലോട്ട് വീത്തി കൊടുക്കാം. ഇതാ 1 2 ഇത്ര മതി. ഇതിനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ബൗള് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യം ഈ ബൗളാണ്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അതിനുവേണ്ടി ഞാൻ ഹിമാലയയുടെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യണം. ഇതാണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു 1.5 സ്പൂൺ അലോവേര ജെല്ല് ഈ ബീട്രൂട്ട് ജ്യൂസിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇതാ ഇടാണ്. അപ്പോൾ ഗൈസ്, ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ നിങ്ങൾ. അപ്പോൾ ഗൈസ്, ഇതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. ആദ്യം ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഞാൻ പോയി പാത്രം എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഗൈസ്, ഇതാ ഈ പാത്രത്തിലോട്ടാണ് വീത്താൻ പോണത്. അപ്പോൾ ഗൈസ്, ഇതിലോട്ട് നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഫേസിലിടാനുള്ള ബീട്രൂട്ട് ക്രീം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി വന്ന ബീട്രൂട്ട് ജ്യൂസ് കൊണ്ട് നമുക്ക് മുഖത്തൊരു ഫേസ് പാക്ക് ഇടാം. അപ്പോൾ ഞാൻ പോയി അത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാം. ഗൈസ്, ഞാൻ പെട്ടെന്നൊരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ബാക്കി വന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസും അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ക്യാമറ തിരിച്ച് കാണിച്ചു തരാം. ബാക്കി വന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസും ഗോതമ്പ് പൊടിയും കൂടെ ഇട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇതിനി മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല തണുപ്പുണ്ട് ഇടുമ്പോൾ തന്നെ.
അമ്മ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇത് ഉണങ്ങുന്നത് വരെ നമുക്ക് വെച്ചേക്കാം. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. ഞാൻ ഇത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു ഫേസ് പാക്കാണ്. ഇതുവരെ ആരെങ്കിലും ഇട്ടിട്ടുണ്ടാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. ഞാൻ യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്തില്ല, പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടി, അങ്ങനെ ഇട്ടതാണിത്. ഗൈസ് നമുക്കിത് ഇനി പോയി കഴുകിയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇതാ മുഖം കഴിയതിന് ശേഷം ഇതാണ് റിസൾട്ട്. ഞാൻ കുറച്ചധികം ഗ്ലോ വെച്ചെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അടുത്ത് എൻ്റെ അനിയത്തിയും പറഞ്ഞു കുറച്ച് വെളുത്തതുപോലെ തോന്നുന്നു. അപ്പോൾ ഫേസ് പാക്ക് കൊണ്ട് ഇതാണ് റിസൾട്ട്. പിന്നെന്താ, ഞാനുണ്ടാക്കിയ ഫേസ് ക്രീം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്താ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.